ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ചാനൽ റെക്കമെൻഡ് ചെയ്യാനും പിന്നെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കുഞ്ഞു മോർണിംഗ് വ്ളോഗും അതുപോലെ തന്നെ ഒരു സ്റ്റഡി വ്ളോഗും അതുപോലെ തന്നെ ഒരു ഫോട്ടോ വരയ്ക്കുന്നതിൻ്റെ ഒരു പെയിൻറ്റിങ്, ആ ഒരു പെയിൻറ്റിങ് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഡാൻസൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടിയല്ല, അസൈൻമെൻറ്റ്സ് എഴുതാൻ വേണ്ടിയിരുന്നു. അപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മയൊക്കെ എണീറ്റ് വന്നപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം എണീക്കുന്നത് കക്ഷി എന്ന് പറയുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ ചായയൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ച ശേഷം വീണ്ടും എഴുതാൻ വേണ്ടി തുടങ്ങി. കുറച്ച് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മടുത്തു. പിന്നെ എങ്ങനെയെങ്കിലും ആ ലാസ്റ്റ് ഡേറ്റ് പോകുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എഴുതണമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കുത്തിയിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയപ്പം അടുക്കളയിൽ രാവിലത്തെ ഉള്ള ഫുഡൊക്കെ തയ്യാറാക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അടുക്കള ഭാഗത്തോട്ട് പോയി. അവിടെയാണ് 3 കുറുമ്പൻ പൂച്ചകൾ ഇരിപ്പുണ്ട്. അപ്പം ഈ പൂച്ച ഭയങ്കര വികൃതികളാട്ടോ. അപ്പം അവരിങ്ങനെ വെറുതെ ഇരിക്കത്തില്ല, അവർക്ക് മീൻ കിട്ടാൻ വേണ്ടി അവരിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇങ്ങനെ സരിഗമ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. അപ്പം മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ആ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു സാമ്പാറിന് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം സാമ്പാറിന് ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ വെളിയിലോട്ട് പോയി. വെളിയിൽ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഗാർഡൻ്റെ അടുത്തൊക്കെ പോയി. അവിടെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നോക്കി, ഏതൊക്കെ ഫ്ലവർ ഉണ്ടെന്നൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം സമയം കളഞ്ഞു. ഫുൾ ടൈം നമ്മളിങ്ങനെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, എവിടെയും പോകാറൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. മേളത്തെ റൂമിലോട്ട് കയറിയിട്ട് എൻ്റെ മെയിൻ മുറി, ഞാൻ എൻ്റെ ആർട്ടിൻ്റെ സാധനങ്ങൾക്ക് വെച്ചിരിക്കുന്ന മുറിലോട്ട് കയറിയിട്ട് ഞാൻ ക്യാൻവാസ് ബോർഡൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാനത് വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ബ്രഷസൊന്നും കറക്റ്റൊന്നും ഇല്ല കേട്ടോ. ബ്രഷുള്ള ബ്രഷൊക്കെയാണ് മൊത്തം പോയിരിക്കണം. അപ്പോൾ പുതിയ ബ്രഷസൊക്കെ ഇനി വാങ്ങിക്കണം. നല്ല ബ്രഷ് വെച്ച് നമുക്ക് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്ട് പെയിൻറ്റിങ് പോലെ ചെയ്യുകയാണ്. റെഡ് കളറും ഓറഞ്ച് കളറും കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു കോട്ടിങ് പോലെ ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കഴിഞ്ഞിട്ടൊരു ഓറഞ്ച് കളറൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് അല്ലാതെ കഴിഞ്ഞിട്ട് ഞാൻ ആ പെയിൻറ്റ് ചെയ്യേണ്ട ആ ഒരു പോർഷൻ ഫോർട്ടാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിലോട്ട് വരച്ചിട്ട് അത് ട്രേസ് ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. നേരിട്ട് ഡയറക്റ്റ്ലി നമുക്ക് വരയ്ക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനത് ഉണങ്ങുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി പോയി. പിന്നാണെങ്കിൽ പുട്ടും സാമ്പാറുമാണ്. അപ്പോൾ ഞാൻ പുട്ടും സാമ്പാറും മീൻകറിയുമാണ് എടുത്തത്. അപ്പോൾ ഇത് 3 കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പുട്ടും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണെന്നുള്ള, അതും മീൻകറിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും മുറിയിലോട്ട് കയറി. മുറി കയറിയിട്ട് ഞാൻ പതുക്കെ അത് വരയ്ക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം ഞാനൊരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കൂടെ ജസ്റ്റ് വലുതാക്കി വരയ്ക്കണം. അപ്പം വരച്ച് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ വലുതാക്കാമായിരുന്നു എന്നെനിക്ക് മനസ്സിലായത്. എന്തായാലും നമ്മൾ ഫസ്റ്റ് പെയിൻറ്റിങ് അല്ലേ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്. അപ്പം അതൊരു സില്ലി ഹോട്ട് അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്ങാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പെയിൻറ്റിങ്സൊക്കെ ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. ഇന്നലെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് കണ്ടായിരുന്നു, ഇതുപോലത്തെ ഫോട്ടോ വരയ്ക്കുന്നതിന് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അപ്പം ജസ്റ്റ് ഇതുപോലൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ വെച്ചിങ്ങനെ കൊടുത്തിങ്ങനെ വരയ്ക്കുകയാണ്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുവിധം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇനി ചെയ്ത് എക്സ്പീരിയൻസ് ആവണം. അപ്പം കറക്റ്റ് ലൈനിൽ കൂടെ ഒന്നും അല്ല ഇത് പോകുന്നു. ഞാൻ ഇച്ചിരി വലുതാക്കാനൊക്കെ ഞാൻ നോക്കി. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാവുന്നതാണ്. അപ്പം ഞാനിങ്ങനെ പതുക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്കും ചേച്ചിയെ വിളിക്കാൻ വേണ്ടി പോകണം. നമ്മുടെ കുട്ടപ്പൻ ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ 2 ഫോട്ടോയുടെ അപ്പുറത്തും ഇപ്പുറത്തോടെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് വലുതായി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.